ജർമ്മനിയിൽ DM ഫോട്ടോ പ്രിൻ്റ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടാലോ. ആദ്യം നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാം. ജർമ്മൻ അറിയാവുന്നവരാണെങ്കിൽ ജർമ്മനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം, ഇല്ലെങ്കിൽ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാം. ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇപ്പോൾ പ്രിൻസ് ആയിക്കോട്ടെ, ഫോട്ടോ കോപ്പീസ് ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ കൊളാജസ് ആയിക്കോട്ടെ, ഏതൊരു ഫോമിൽ വേണമെങ്കിലും നമുക്ക് ഫോട്ടോ പ്രിൻ്റ് എടുക്കാം. ഞാനിവിടെ സ്ക്വയർ പ്രിൻ്റ് ആണ് സെലക്ട് ചെയ്തേക്കുന്നത്. എന്നിട്ട് നമുക്കതിൻ്റെ സൈസ് ചൂസ് ചെയ്യാം. ഇപ്പോൾ ചെറിയ സ്ക്വയർ പ്രിൻസോ വലിയ സ്ക്വയർ പ്രിൻ്റ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്കത് ചൂസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഫോട്ടോസ് ട്രാൻസ്ഫർ ചെയ്യാൻ രണ്ട് ഓപ്ഷൻ അവൈലബിൾ ആണ്. ഒന്നെങ്കിൽ നമുക്ക് ഡയറക്റ്റ് വൈഫൈ ട്രാൻസ്ഫർ ചെയ്യാം. ആപ്പിളോ ആൻഡ്രോയിഡോ ഏതാ നിങ്ങളുടെ ഫോണെന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്തിട്ട്, ഇല്ലെങ്കിൽ അവിടെ ഒരു കേബിൾ ഉണ്ട്, ആ കേബിൾ നമ്മുടെ ഫോണിൽ കുത്തിയിട്ടും ഡയറക്റ്റ് ട്രാൻസ്ഫർ ചെയ്യാം. വൈഫൈ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും ഒരു QR കോഡ് വരും. ആ QR കോഡ് നമ്മൾ സ്കാൻ ചെയ്യുമ്പം നമ്മുടെ ഫോണിൽ ഡയറക്റ്റ് ഇവരുടെ സൈറ്റിലോട്ട് പോകും. എന്നിട്ട് നമുക്ക് ഫോണിൽ ആഡ് ഫോട്ടോസ് എന്നൊരു ഓപ്ഷൻ വരും. അതിൽ നമുക്ക് ഏത് ഫോട്ടോസാണോ നമുക്ക് പ്രിൻ്റ് എടുക്കേണ്ടത് അതെല്ലാം നമുക്ക് ചൂസ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ഈ ഫോട്ടോ അപ്പം സ്ക്രീനിൽ വരും സെലക്ട് ചെയ്യുമ്പം. എന്നിട്ട് നമ്മൾ വീണ്ടും ആ സ്ക്രീനിൽ ആ ഫോട്ടോ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എത്ര കോപ്പിയാണോ ഈ ഫോട്ടോയുടെ വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതൊന്നും വേണ്ടെങ്കിൽ ജസ്റ്റ് ഫോട്ടോ സെലക്ട് ചെയ്യുക, നെക്സ്റ്റ് അടിച്ചു പോവുക, അവസാനം പ്രിൻറ്റ് കോപ്പി കൊടുക്കുക. എന്നിട്ട് ഇതുപോലൊരു സംഭവം താഴെ കാണും, ഇതിൽ നമ്മുടെ കോപ്പി വരും. അപ്പോൾ ഇതാണ് ഞാൻ സ്ക്വയർ പ്രിൻ്റ് എടുത്ത എൻ്റെ ഒരു ഫോട്ടോ. ഇത് ഞാൻ നാട്ടിൽ പോയപ്പം മലരിക്കൽ ആമ്പൽപ്പാടത്ത് പോയപ്പോൾ എടുത്ത ഫോട്ടോ ആണ്. പിന്നെ അതുപോലെ നിങ്ങൾ കോപ്പിയൊക്കെ എടുക്കുവാണെങ്കിൽ എല്ലാ DM-ലോ എല്ലാ റോസ്മാനിലോ ഈ കോപ്പി സർവീസ് അവൈലബിൾ അല്ല. അതിന് വേറൊരു ഡിവൈസ് ആണുള്ളത്. ആ ഒരു ഡിവൈസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കോപ്പി എടുക്കാനായിട്ട് പറ്റൂ.